ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം തുടങ്ങുമ്പോൾ ലോകരാജ്യങ്ങൾ ആശങ്കപ്പെട്ടിരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ 10 ദിവസം ഈ സംഘർഷം പിന്നിടുമ്പോൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലും പലയിടങ്ങളിലും പ്രത്യേകിച്ച് പ്രധാന നഗരങ്ങളിൽ മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിൽ റെസ്റ്റോറൻറ്റുകളിൽ ഇന്ധനക്ഷാമം ബാധിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പല റെസ്റ്റോറൻറ്റുകൾക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ രാജ്യതലസ്ഥാനത്തെ ഈ ഒരു ഇന്ധനക്ഷാമമോ അല്ലെങ്കിൽ ഈ കൊമേഴ്ഷ്യൽ സിലിണ്ടറുകളുടെ ക്ഷാമമോ ഇതുവരെയും ബാധിച്ചിട്ടില്ല. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും വീടുകളിൽ പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് സപ്ലൈ ആണ് നടന്നു വരുന്നത്. അതിനെ ബാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ കടകളെയോ റെസ്റ്റോറൻറ്റുകളെയോ ഇതുവരെയും ബാധിച്ചിട്ടില്ലാത്തതാണ് സാഹചര്യം. അതേസമയം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ രാജ്യത്ത് അത്തരത്തിലൊരു ഇന്ധനക്ഷാമത്തിന്റെ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന കാര്യം ആവർത്തിക്കുകയാണ്. നേരത്തെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും ഒപ്പം തന്നെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഇക്കാര്യം കഴിഞ്ഞ മണിക്കൂറുകളിലും ആവർത്തിച്ചിരുന്നു. ആവശ്യമായ നടപടികളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നും സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് എന്നുമാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ അവശ്യവസ്തു നിയമം പ്രാബല്യത്തിൽ ആയിട്ടുണ്ട് രാജ്യത്ത്. ഇതനുസരിച്ച് ഈ എണ്ണ ശുദ്ധീകരണശാലകൾ ഒപ്പം തന്നെ ഈ LPG ഉൽപാദന കമ്പനികൾ അടക്കമുള്ളവയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള ഇന്ധനം അത് നിർമ്മിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ഒപ്പം തന്നെ ഈ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞതായാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം ഈ വിമാനയാത്രാ നിരക്ക് വർദ്ധിച്ചേക്കും എന്നുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് എയർ ഇന്ത്യ ടിക്കറ്റുകൾക്ക് ഇന്ധന സർചാർജ് ഈടാക്കും എന്ന് അറിയിച്ചിരിക്കുന്നത്. കാരണം വ്യോമയാന ഇന്ധനത്തിന്റെ വില വർധനവ് താങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സർവീസുകൾ മുടങ്ങാതിരിക്കുന്നതിനായി ഈ മാസം 18 മുതൽ സർചാർജുകൾ ഈടാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ആഭ്യന്തര സർവീസുകൾക്കും ബാധകമാകും. എന്തായാലും സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. SKN.